നമ്മുടെ തൊട്ടടുത്തായിട്ട് റൈനോസസ് ഉള്ളത്. അതിങ്ങോട്ട് തന്നെ നമ്മൾക്കിட்ட തീരെ ചെറുതല്ല, തീരെ ചെറുതാണ്. മേളൊരു ബെഡ് ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ചെറിയായിട്ട് വെള്ളം അടിച്ചു. അത് 300 രൂപ ആൾക്കൊന്നായിട്ടുള്ളൂ. ഓ ഗൈസ്, എൻ്റെ മോനെ ഇത് വേറെ പൊളി. അവിടെ റൈനോസ് നിൽപ്പുണ്ട്. അവിടെ ഫുള്ള് ഇതേ മാനാണ്. ഇതേ കാണുന്ന മാന കണ്ടോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഗോവട്ടിലാണ്. നമ്മുടെ വണ്ടിയുടെ കുറച്ച് പണിയൊക്കെ ആയിട്ട് ഗോവട്ടിക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരാളെ മീറ്റ് ചെയ്തു അല്ലേ? നാളെ നമ്മൾ വൈകുന്നേരം നമ്മൾ കാണാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വേഗം പോയി. എന്നിട്ട് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നമ്മുടെ കുറച്ച് കഴിഞ്ഞെങ്കിൽ പുള്ളി നമ്മൾ കണ്ടാണ്. അപ്പോൾ നമുക്ക് ഗോവട്ടി ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോൺ വിളിച്ചാണ്. അപ്പോൾ നമുക്ക് പുള്ളി നിന്ന് പരിചയപ്പെടുത്താമല്ലേ? അപ്പം ഇതാണ് ആള്. ഭയ്യ आपका नाम बोलिए. सुमित. कहाँ से है? ഓക്കെ ഓക്കെ. आपका एक क्लब है ना? ഇതാട്ടോ ക്ലബിൻ്റെ റെഡ് ലൈൻ ബ്രദേഴ്സ് ആണ് ഈ ക്ലബിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എൻ്റെ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ച് തന്നിട്ടുണ്ടോ ഭയ്യ? ഇതുണ്ടല്ലേ, ഇതാണ് ഭയ്യയുടെ ലോഗോ ഉള്ള സ്റ്റിക്കർ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ഭയ്യയുടെ റൈഡാണ് ഇരിക്കുന്നത്. ഇതൊരു ബുള്ളറ്റ് അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ എന്നുള്ള നഗാവ് എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ ആയിട്ട് ടെൻ്റ് അടിച്ചത്. അതായത് ഇവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ മുമ്പിലാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഗോവട്ടിയിൽ നിന്ന് നേരെ കാസിരംഗ റൂട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് കാസിരംഗയ്ക്ക് ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ലേറ്റ് ആയതുകൂടി ഞങ്ങൾ ആദ്യത്തെ റിലയൻസിന് മുമ്പ് അപ്പോൾ പക്ഷേ അവിടെ ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ രണ്ടാമത് ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ മുമ്പ് വന്നു. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഇത് കണ്ടല്ലേ? അപ്പോൾ നമ്മളും ജുബിലേണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. രാത്രി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് ഇന്ന് കാസിരംഗ നാഷണൽ പാർക്ക് പോകണം ഗൈസ്. അപ്പോൾ നമ്മളിത് കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു മെയിൻ ഗേറ്റിന് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എപ്പോൾ വേണേലും റൈനോസസിനെ ഓൺ ദ വേ കാണാൻ പറ്റും. അതായത് ഭാഗ്യം വേണം ഗൈസ്. അപ്പോൾ ഈ ഒരു കാസിരംഗ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1 ഹോൺ റൈനോസസിനാണ്, ദ ഗ്രേറ്റ് 1 ഹോൺ റൈനോസസ്. അപ്പം ഈ ഒരു കാസിരംഗയിൽ അതായത് ലോകത്തിൽ തന്നെ ഓൾമോസ്റ്റ് 70% 1 ഹോൺ റൈനോസസ് ഇവിടെയാണുള്ളത്, ഈ ഒരു കാസിരംഗയിലാണുള്ളത്. പക്ഷേ ഇതിനെ കണ്ടു കിട്ടാൻ കുറച്ച് പാടാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകേണ്ട വരും. പക്ഷേ ബൈക്കേഴ്സൊന്നും അലൗഡല്ല, അങ്ങനെ ബൈക്കൊന്നും അലൗഡല്ല. അങ്ങോട്ട് ബസ്സും ഇല്ല. പിന്നെ ഏകമാർഗ്ഗം എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ് സഫാരി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജീപ്പ് സഫാരി ഒക്കെ അവൈലബിൾ ആണ്. അത് സെപ്പറേറ്റ് നല്ല എമൗണ്ട് ആവും. എലിഫൻറ്റ് സഫാരിക്ക് ആൾക്കൊന്നിന് ഏകദേശം 3500 വരും. അതുപോലെ തന്നെ ഒരു ജീപ്പ് സഫാരിക്ക് പോകണമെങ്കിൽ തന്നെ ഒരു ജീപ്പിൽ 5 പേര് അലൗഡാണ്. ഒരു ജീപ്പ് എടുക്കണമെങ്കിൽ 3500 രൂപയാണ്. അപ്പോൾ നല്ല എക്സ്പെൻസാണ്. ശരിക്കും നമുക്ക് ബൈക്കിനൊക്കെ പോയി കാണുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഒരു കാലഘട്ടങ്ങളിൽ ഇതിനെ വല്ലാണ്ട് ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ പോച്ചിങ് കൊണ്ട് വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്തോ പച്ചക്കറി തക്കാളിയായിട്ട് പോകണം കേട്ടോ. ഓക്കെ, പുള്ളി കേരളക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ കേട്ടോ, പണ്ട് കാലങ്ങളിൽ നിന്ന് ഒത്തിരി ഹണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ഹണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഹണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പം 2014 കണക്ക് പ്രകാരം ഏതാണ്ട് 2500 1 ഹോൺ റൈനോസസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് എപ്പോൾ വേണമെങ്കിലും 1 ഹോൺ റൈനോസസ് ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ കിട്ടാം കേട്ടോ. അപ്പോൾ കാസിരംഗ മെയിനിലോട്ട് ഇനിയും 31 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇപ്പോൾ ഞങ്ങളിത് ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ എടുത്തതല്ലേ, ഒരു ചായ കുടിക്കാൻ എടുത്തതാണ്. അപ്പം നമ്മളിവിടെ 2 പയ്യന്മാരെ പരിചയപ്പെട്ടു. അപ്പം ഒരു വെള്ളം മേടിച്ച് വെള്ളത്തിൻ്റെ പൈസ അവൻ കൊടുക്കുന്നതാണ് പറയണേ, ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് എടുത്തതാണ്. അവർ 2 പേരും പരിചയപ്പെടാൻ പോയി. आपका नाम बोलिए. मोहम्मद नकीब अली. ओके, आप लोग को मिलके बहुत अच्छा लगा है. आप यहाँ से है ना? हाँ, यहाँ से काजीरंगा से. ഒരാളും കൂടെ ഉണ്ട്. आपका नाम भी बोलिए. मेरा नाम नाजिर है. हाँ, क्या है? अभी तो रोज़ करता है ना रमजान का. അപ്പോൾ 2 പേര് ഇപ്പോൾ റോസിലാണ്. വൈകുന്നേരമാണ് ഫുഡ് കഴിക്കുള്ളൂ. അപ്പം നമുക്കിനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? മിഹിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റൈനോസും എലിഫന്റും ഒക്കെ കാണാം എന്നാണ് പറയുന്നത്. ഒരു 2 മണി 3 മണിക്കാകുമ്പോഴേ? 2 മണി 3 മണിക്കാകുമ്പോൾ. अभी तो जाएगा भैया. थैंक्स, अच्छा मीटिंग है. फोटो फोटो देंगे. ओके भैया, ബൈ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആ മിഹിമുക്ക് എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റ് 1 മണിക്ക് ശേഷമാണ് ഓർക്കുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നടന്നു പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് എവിടെയൊക്കെ ആയിട്ടൊരു വലിയൊരു റൈനോസർ നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഈ കാണുന്ന ജിപ്സികളൊക്കെ ഉണ്ടല്ലോ, ഈ ജിപ്സികളൊക്കെ തന്നെ ഇവിടുന്ന് സഫാരി പോകുന്നതാണ്. ഏകദേശം 2500 ഞങ്ങളോട് റേറ്റ് പറഞ്ഞ് ഒരു ജിപ്സി അകത്തോട്ട്. അവർ പറഞ്ഞ് ജിപ്സി കയറി പോകണമെങ്കിൽ നിങ്ങൾക്ക് ടൈഗർ സൈറ്റിംഗ് ഒക്കെ അടുത്തായിട്ട് കിട്ടും. അതുപോലെ തന്നെ റൈനോസറിനൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, കുറേ ശില്പങ്ങൾ, മറ്റേ ഹോൺബില്ല്, അതുപോലത്തെ ഇവിടുത്തെ റൈനോസേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ തടിയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ്. ഉണ്ടല്ലേ, ആന, ഒരു വലിയൊരു റൈനോസർ ഇരിക്കണ്ടേ. ഇങ്ങനെ ഇതുപോലത്തെ കുറച്ച് കടകളാണ് ഈ ഒരു ഏരിയയിലുള്ളൂ. അപ്പോൾ അവർ ജസ്റ്റ് ചെക്ക് പോസ്റ്റ് ചോദിക്കാൻ പോയേക്കുവാണ്. 1 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നടന്നൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചോദിച്ച് എൻക്വയറി ചെയ്യാനായിട്ട് പോയതാണ്.
ആ അടുത്ത ടിപ്പുണ്ടോ? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ബൈക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെക്കാം. ആ നടക്കാൻ പറ്റുമല്ലേ? അപ്പോൾ നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റില്ല, അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തെന്ന് വെച്ചാൽ ഭയങ്കര അടുത്തല്ല, പക്ഷെ അത്യാവശ്യം ഇതുവരെ. ഓ ഐസപ്പത്തെ ഇതുപോലത്തെ ആന കണ്ടില്ലേ? ഇതൊരു എന്താണ് എലിഫന്റ് സഫാരിക്കുള്ള ഒരു ആനയാണ്. ചെറിയൊരു ആനയാണ്, കുഞ്ഞു ആനയാണ്. ഇതുണ്ടല്ലേ മേളിൽ എത്ര പേർക്ക്? 2 പേർക്കല്ലേ സ്പേസ് ഉള്ളൂ. ഇത് കുറച്ച് മുമ്പ് വെയിലോടെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കാട്ടാനായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് എവിടെ വെറുതെ സാധനം കണ്ടോ? ഓ അത് കാട്ടാനയാ? അത് കാട്ടാനയാണോ? അത് കാട്ടാനെ പറയാൻ പറ്റില്ല. ഈ സാധനത്തിന് മേയ്ക്കാൻ പറ്റാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട്. അതിൻ്റെ മേത്ത് അപ്പടി വെളുത്ത് ഇത് കണ്ടില്ലേ? കുഞ്ഞൊരു പിടിയാനയല്ലേ? തീരെ ചെറുതല്ല, തീരെ ചെറുതാ. മേളൊരു ബെഡ് ഇട്ടിട്ടുണ്ടല്ലോ. ബെഡ് ഇട്ട് കയറ് വട്ടം ബാക്കിലൊക്കെ ടൈറ്റ് ചെയ്ത് ഉള്ളു വലിഞ്ഞ് വണ്ടിയോട് അവിടെയൊക്കെ കയറി പൊട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജീപ്പ് സഫാരി അങ്ങനെ, അതായത് ഒരു 1000 രൂപയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി, 2 പേര് ഫാമിലിയാണ്, അവർ ബാംഗ്ലൂരിനാണ്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ 2 പേരും കൂടെ ആഡ് ചെയ്തു. അതായത് വെറും 1000 രൂപയ്ക്ക്. അപ്പം നമുക്ക് ഇനി ഓൺ ദ വേ 2 മണിക്കൂർ ഒരു ജീപ്പ് സഫാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ നമുക്ക് ചെറിയ ടോൾ അടിച്ചു. അതായത് 300 രൂപ ആൾക്കൊന്നും ആയിട്ടുള്ളൂ. 1000 രൂപയ്ക്ക് എന്തായാലും ഞങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. 2 മണിക്കൂർ ജീപ്പ് സഫാരി ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പം ഓൺ ദ വേ നമ്മൾ എന്തായാലും റൈനോസറസ്. സോ ഇത് നമ്മൾ ആദ്യത്തെ റൈനോനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീപ്പ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇത് നിൽക്കണതാണ് റൈനോ. നമ്മുടെ തൊട്ടടുത്താണ് ഗ്രേസ് കണ്ടിരിക്കണേ. ഐസപ്പം നമ്മളിത് ഉണ്ടല്ലേ ഒരു തടിയുടെ പാലത്തേക്കട അടുപ്പ് ക്രോസ് ചെയ്ത് പോകണം. ഇതാട്ടോ നമ്മൾ പോകണം ജിപ്സി. തീരെ സൗണ്ട് ഓവറാണ്. പിന്നെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ഫ്ലഡൊക്കെ വന്നെയാണ്. അതായത് ഇതേ കാണുന്ന മരമൊക്കെ ഇല്ല, ആ ഒരു മരത്തിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ ജിപ്സി പോണതിനേക്കാളും ഹൈറ്റിൽ ഈ ഒരു ഇതിൻ്റെയൊക്കെ വെള്ളം പൊങ്ങുന്നതാണ്. നമ്മൾ അവിടെ 1-2 ഇടത്ത് ലെവലിങ് കണ്ടു. അതായത് ഇന്ന ഇയേഴ്സിൽ ഇത്രയും ഫ്ലഡ് ഉണ്ടെന്ന് അവിടെ പിന്നെ ജസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ റൈനോസ് നിൽപ്പുണ്ട്. അവിടെ ഫുള്ള് ഇതേ മാനാണ്. ഇതേ കാണുന്ന മാന കണ്ടോ? കുറേ റെസ്റ്റ് ചെയ്യുക അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു ജിപ്സിയിലാട്ടോ ഇവിടുത്തെ ആ ഒരു സഫാരി വന്നേക്കണം. അപ്പോൾ ഇതിനകത്ത് കുറേ വണ്ടികൾ അവിടെയും വരുന്നുണ്ട്. നമ്മുടെ പുറകിലായിട്ട് അവിടെ നിന്ന് ജിപ്സിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമുക്ക് ഇന്നത്തെ ഈ ഒരു സഫാരി ഇത്ര റേറ്റ് കുറഞ്ഞ് കിട്ടാൻ കാരണം ഇവർ 2 പേരാണ്. സർ आपका नाम बोलिए. प्रसाद. कहाँ से? Bangalore. Oh, Bangalore. Okay. So what are you doing in Bangalore actually? Actually, I'm retired Okay. Bangalore from where? from Banashankari. Banashankari. Okay. So you two guys came along. Auntie, आपका नाम? Vanita. Okay. You two came alone actually? Okay. Personalized trip. അപ്പോൾ അതേ കുറേ കാട്ടുപന്നികൾ ഇതിലാണ് തിന്നുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഈ ഒരു ഫോറസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ശരിക്കും? 400 square kilometers. 432 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ടല്ലേ. പിന്നെ ഇവിടെ 116ഓളം ടൈഗേഴ്സ് ഉണ്ടല്ലേ? 185 ടൈഗേഴ്സ് ഉണ്ടല്ലേ. വേറൊരു കാഴ്ച തൊട്ടടുത്ത് തന്നെ കുറച്ച് ആനകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരു 3-4 കാട്ടാന അതിനകത്ത് ഇപ്പോൾ ഉണ്ട്. റൈനോസറസ് നമ്മൾ തൊട്ടടുത്തുണ്ട്. ഇത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണിത്. റോട്ടിലോട്ട് കയറാൻ തോന്നണം. ഓടിക്കോ? ഇല്ലായിരിക്കും അല്ലേ? അതിങ്ങോട്ട് തന്നെ. നമ്മൾക്കിട്ട ഓടിക്കാനുള്ള പരിപാടിയാണ്. ക്രോസ് ചെയ്തു. നമ്മുടെ തൊട്ടടുത്തായിട്ട് റൈനോസസ് ഉള്ളത്. അത് ഇവിടുന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തോട്ട് വരുന്നവർ വണ്ടികൾ ബാക്കിൽ വേറെ വണ്ടികളിൽ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തായിട്ട് റൈനോസസ് ഉള്ളത്. അതിൻ്റെ ബാക്കിലെ ഷെല്ലൊക്കെ കണ്ടോ? ബാക്കിൽ ഇങ്ങനെ പൊട്ട് പോലെ അതിൻ്റെ ഷെല്ലുകൾ ബാക്കിൽ കട്ട് ചെയ്യേണ്ടതിന്. അപ്പോൾ അത് നൈസായിട്ട് അങ്ങോട്ട് സ്കിപ്പായി പോയിട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പിന്നെയും ഉള്ളിലോട്ട് അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയ്ക്ക് അടുത്ത് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ? ഓ ഗൈസ്, എൻ്റെ മോനെ ഇത് വേറെ പൊളി. കാട്ടിലോട്ട് ഇടിച്ച് കയറി പെട്ടെന്ന് കയറിപ്പെടുത്തേ പോകുന്നു കേട്ടോ. അത്
അത് വണ്ടി കണ്ടത് ഓടി, ഭയങ്കര പേടിയാണ് എനിക്ക് കാണാൻ. ഇപ്പോൾ കണ്ടല്ലോ ഒത്തിരി പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ ഒത്തിരി പേര് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 3 മണി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് ഇങ്ങനെ ഇതുപോലെ വണ്ടികളിൽ എൻ്റർ ചെയ്യുന്നുണ്ട് ജംഗിൾ സഫാരിക്കായിട്ട്. എത്ര വണ്ടിയാണ്, ഫുള്ള് ജിപ്സി തന്നെയാണല്ലേ. ബാക്കിൽ ഓപ്പൺ ആയിട്ടുള്ള ജിപ്സീസാണ്. ചില വണ്ടികളിൽ 2 പേരുള്ളൂ, ചിലത്തിൽ ഫുള്ളായിട്ട് 4-5 പേരുണ്ടാവും. ഇതെവിടെ കണ്ടല്ലോ, ഇതെവിടെ ഒരു 3-4-5 എലിഫൻസ് ഒക്കെ ഉണ്ട്. 2 കുഞ്ഞാനും ഇട്ടിട്ട് അതിൻ്റെ കൂടെ വലിയ 3 വലിയാനേയും 2 കുഞ്ഞാനും ടോട്ടൽ 5 ആന ഇതിൽ നടപ്പുണ്ടേ. നമ്മൾ തിരിച്ച് നമ്മൾ ആ സഫാരി പോയ സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്.